ഞാൻ മുമ്പ് സൂചിപ്പിച്ച മൂഴിയാർ ഡാമിൻ്റെ ജലനിരപ്പ് ജാഗ്രതാ നിർദ്ദേശം ഒക്കെ വന്നിട്ടുണ്ട്. സുജു ടി ബാബു വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുകയാണ്. അതേസമയം റവന്യൂ മന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഡാമുകളിൽ നിലവിൽ എവിടെയും അപകടാവസ്ഥയില്ല എന്നാണ് റവന്യൂ മന്ത്രി സൂചിപ്പിച്ചത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് രാത്രി കാലങ്ങളിൽ ഒരു സാഹചര്യത്തിലും ഡാം തുറക്കില്ല എന്ന് വെച്ചാൽ ഒരു ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. അത് വളരെ സ്പഷ്ടമായും വ്യക്തമായും തന്നെ നൽകിക്കൊണ്ടിരിക്കും. അത് പക്ഷേ പാലിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട അതുമൂലം ജലനിരപ്പ് ഉയരുന്ന നദീതീരങ്ങളിൽ കഴിയുന്ന ആളുകൾ വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഒരു അലംഭാവവുമില്ലാതെ പാലിക്കേണ്ടത് കൂടിയാണ് എന്ന് പറയട്ടെ. നിലവിൽ അങ്ങനെ ഒരു അപകടാവസ്ഥ ഏത് ഡാമുമായി ബന്ധപ്പെട്ടില്ല എന്നാണ് റവന്യൂ മന്ത്രി പറഞ്ഞത്. അതേസമയം പത്തനംതിട്ട മൂഴിയാർ ഡാമിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. ജാഗ്രതാ മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. നോക്കാം സുജു, എങ്ങനെയാണ് ഡാമിൻ്റെ ജലനിരപ്പ്? അത് ജാഗ്രതാ മുന്നറിയിപ്പിന് മുകളിൽ എത്തിത്തുടങ്ങിയെന്നാണോ? തീർച്ചയായിട്ടും റെഡ് അലർട്ട് ലെവലിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 190 മീറ്ററാണ് റെഡ് അലേർട്ട് എൻ്റെ ലെവൽ എന്ന് പറയുന്നത്. ഇതോടുകൂടി തന്നെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 192 മീറ്ററാണ് ജലസംഭരണി അതിൻ്റെ ശേഷിയായിട്ടുള്ളത്. 2 മീറ്ററോടെ കവിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സംഭരണി ശേഷിയിലേക്ക് പൂർണ്ണമായി എത്തും. അതുകൊണ്ട് തന്നെ 192.63 മീറ്റർ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ ഷട്ടറുകൾ തുറക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കക്കാട്ടാറിലേക്ക് ജലമൊഴുകും. ഈ ഘട്ടത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത്, അതായത് ആങ്ങമുടി, സിതത്തോട് എന്നിവിടങ്ങളിലെ നദികളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും അതുപോലെ കക്കാട്ടാറിൻ്റെ തീരത്തുള്ള ആളുകളാണ് ജാഗ്രത പുലർത്തേണ്ടത്. ഈ മേഖലയിൽ താമസിക്കുന്നവർ ഈ സമയം നദിയിൽ ഇറങ്ങുകയോ അല്ലെങ്കിൽ കുറുകെ കിടക്കുകയോ കുളിക്കാനോ മറ്റോ ഇറങ്ങരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് യെല്ലോ അലേർട്ടാണ്. ജില്ലയിൽ ഇപ്പോഴും മഴ ലഭിക്കുന്നുണ്ടെന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. ജില്ലയിലെ മറ്റ് നദികളിലൊക്കെ തന്നെ അപകടം ഉയരാൻ വിധം ജലനിരപ്പ് ഉയർന്നിട്ടില്ല എന്നതും ആശ്വാസകരമാണ്. അപ്പർ കുട്ടനാടൻ മേഖലയിലും ഈ നിലവിൽ ഒരു വെള്ളക്കെട്ട് ഭീഷണിയോ പ്രളയ ഭീഷണിയോ നേരിടുന്നില്ല. ശരത്ത, ശരി, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ സുജു ടി ബാബു അവിടെ നിന്ന് നൽകിയത് എന്നതുകൂടി പറയട്ടെ.